നമസ്കാരം. ഒരു പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു. കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്തു. ITR ഫയൽ ചെയ്യാൻ സമയമായി. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഉടൻ ഓടേണ്ടതില്ല. അതിനായി നമുക്ക് കാത്തിരിക്കാം. അതിനായി തയ്യാറെടുക്കാം. അതിന് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട്. ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഇൻകം ടാക്സ് പോർട്ടലിൽ ചില ഡേറ്റ അപ്ഡേറ്റ് ആകേണ്ടതായിട്ടുണ്ട്. ഫോം 26AS, AAS അല്ലെങ്കിൽ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ്, SFT സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നിവയാണ് പ്രധാനപ്പെട്ട ഡേറ്റ സോഴ്സുകൾ. ആദ്യം ഫോം 26AS. നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും കളക്ട് ചെയ്യുകയും ഡിഡക്ട് ചെയ്യുകയും ചെയ്യുന്ന TDSന്റെയും TCSന്റെയും വിവരങ്ങൾ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫോം 26AS. അടുത്തത് AAS അഥവാ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓരോ വർഷവും നടത്തുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ സമ്മറിയാണ് AAS. ഇതിൽ ബാങ്ക് ഇൻട്രസ്റ്റ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, TDS, TCS ഡീറ്റെയിൽ, ഫോറിൻ റെമിറ്റൻസ് ഡീറ്റെയിൽസ് ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു. അടുത്തത് SFT. എന്താണ് SFT? ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് SFT. ആരൊക്കെയാണ് SFT ഫയൽ ചെയ്യേണ്ടത്? ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, റവന്യൂ അതോറിറ്റികൾ, ഷെയർ ബ്രോക്കേഴ്സ്, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരൊക്കെ SFT ഫയൽ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബാങ്ക് ഇൻട്രസ്റ്റ്, ഷെയർ ട്രാൻസാക്ഷൻസ്, പ്രോപ്പർട്ടി സെയിൽ ട്രാൻസാക്ഷൻ തുടങ്ങിയവ ഇൻകം ടാക്സ് പോർട്ടലിൽ അപ്ഡേറ്റ് ആവുന്നത്. ഇവ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി, അതായത് TDS ഫയലിംഗിന്റെയും SFT ഫയലിംഗിന്റെയും അവസാന തീയതി മെയ് 31. ഇതിനുശേഷം സാധാരണ രീതിയിൽ ഇൻകം ടാക്സ് പോർട്ടലിൽ ഈ ഡേറ്റ അപ്ഡേറ്റ് ആകാൻ ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ സമയമെടുക്കും. അതായത് നിങ്ങളുടെ ഫോം 26ASഉം AASഉം ജൂൺ 15 വരെ പൂർണ്ണമായി അപ്ഡേറ്റ് ആകുന്നില്ല. ഒരു പക്ഷേ ഈ വർഷം അതിൽ കൂടുതൽ സമയമെടുക്കും എന്നതുകൊണ്ടാകാം 2025 മെയ് 27 CBDT പത്രക്കുറിപ്പ് വഴി ITR ഫയൽ ചെയ്യുന്ന അവസാന തീയതി ജൂലൈ 31 നിന്നും സെപ്റ്റംബർ 15 നീട്ടി എന്ന അറിയിപ്പ് പുറത്തുവിട്ടത്. ഈ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്താൽ എന്താണ് പ്രശ്നം സംഭവിക്കുക? നിങ്ങൾ നൽകിയ വിവരങ്ങളും AASലും 26ASലും ഉള്ള ഇൻഫോർമേഷനുമായി പൊരുത്തപ്പെടാതെ വരും. അങ്ങനെ സംഭവിച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് നോട്ടീസ് അയക്കാം. ചിലപ്പോൾ റിവേഴ്സ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായി വരും. കറക്റ്റായി റിട്ടേൺ ഫയൽ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഫോം 26ASഉം AASഉം പൂർണ്ണമായി അപ്ഡേറ്റ് ആവുന്നത് വരെ കാത്തിരിക്കുക. അതിനിടെ നിങ്ങളുടെ മുഴുവൻ സാമ്പത്തിക വിവരങ്ങളും ശേഖരിച്ച് AASനോട് പൊരുത്തപ്പെടുന്ന വിധത്തിൽ ഡേറ്റ തയ്യാറാക്കുക. സാധാരണ വ്യക്തികൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കും പെൻഷൻ ലഭിക്കുന്നവർക്കും ഓഡിറ്റ് ആവശ്യമില്ലാത്തവർക്കും ITR ഫയൽ ചെയ്യുന്നതിന്റെ അവസാന തീയതി 2025 സെപ്റ്റംബർ 15. ആരൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യണം, ഏതൊക്കെ ഫോം യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ച് വിശദമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.